എടുത്ത് വെക്കാൻ സമ്മതിക്കത്തില്ല അവര്. കാരണം അവര് എഴുതിയെടുക്കുമ്പോൾ തന്നെ ചുറ്റിലും ആൾക്കാർ നമുക്കൊന്നത് റെക്കോർഡ് ചെയ്യാനോ അതൊന്ന് ഫോട്ടോ അല്ലാതെ നമ്മളിപ്പോ ഇവിടെ കത്തിക്കാനോ വെട്ടിക്കാനോ ഇവിടുത്തെ വെട്ടിക്കുളത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല. അപ്പൊ നമ്മള് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടോടെ നമ്മൾ ജോലി ചെയ്യാൻ വരുന്നു. ആ സാലറി കൊണ്ട് നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ വരുന്നത്. പക്ഷെ ഇത്രത്തോളം നമ്മളെ പറഞ്ഞുണ്ടാക്കുമെന്ന് ഇത് ഞങ്ങൾ കസ്റ്റമറെ ചീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടാതെ റിട്ടേൺ വരുന്ന സമയത്ത് കംപ്ലൈന്റ് വരാറുണ്ട്. എനിക്കിപ്പോ ഓണത്തിന് 43,000 രൂപ 4,30,000 രൂപയ്ക്ക് ബിസിനസ് ചെയ്തിട്ട് എന്റെ കമ്മീഷൻ 43,000 രൂപ. അത് എനിക്ക് 23,000 രൂപ തന്നിട്ട് ബാക്കി 20,000 രൂപ പിടിച്ചേച്ചേക്കാം. ഒരുപാട് സ്റ്റാഫുകൾക്ക് വയ്യാതെ വന്നിട്ട് ഞാനും ഇവിടെ ഒരു കുട്ടിയുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. ആ സമയത്ത് ഇവിടുന്ന് പ്രൊഡക്റ്റ് മിസ്സായിട്ടുണ്ട്. CC ക്യാമറ പോലും ചേർത്തില്ല. എന്നിട്ട് ആ മിസ്സായ പ്രൊഡക്റ്റിന് കസ്റ്റമറുടെ ക്യാഷ് പോയി ഞാനാ കൊടുത്തത്. ഇത് അവർക്ക് അറിയാം. എന്റെ എത്രയോ പ്രൊഡക്റ്റ് എനിക്ക് മിസ്സായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ അതിൽ ആ കുട്ടികൾ പറയുന്നത് ഒലിവിയ ഡിസൈൻസിന്റെ ഇഷ്യൂസിനെ കുറിച്ചാണ്. അതും ഒലിവിയ ഡിസൈൻസിന്റെ മുമ്പിൽ നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ വേറെ കുറച്ച് വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ കാര്യങ്ങൾ പറയാം. എന്റെ കയ്യിൽ എനിക്ക് ആരൊക്കെ ആരുടെ വലിപ്പത്തെ വിശ്വാസം ഇല്ലാത്തതുപോലെ എന്റെയൊക്കെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ലോകം മുഴുവൻ കണ്ടറിഞ്ഞാലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഉത്തമ ബോധ്യം എന്റെ മനസ്സാക്ഷിയോട് എനിക്ക് കാണിച്ചാൽ മതി. എന്റെ നാട്ടുകാരെനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫീനൽ പക്ഷിയെ പോലെ പാറോട്ട് വരും. അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ. ചങ്കാണേ സാറും മാമും ചങ്കാണ്. ആ കുട്ടികൾ വിളിച്ചോണ്ട് പോകണം. നിങ്ങളിപ്പോ കണ്ടല്ലോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ? ഒലിവിയ ഡിസൈൻസിന്റെ ഇഷ്യൂസ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക തീർന്നില്ലേന്ന്. തീർന്നിട്ടില്ല. പ്രശ്നങ്ങൾ ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വിഷയം വിട്ടതാണ്. ഞാൻ പറയേണ്ട ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ ഈ വിഷയം വിട്ട ഒരു വിഷയമായിരുന്നു. പക്ഷെ വീണ്ടും കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് ഒന്നുകൂടി പറയണം തോന്നി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റും ചുരുക്കി പറഞ്ഞുതരാം. ഒലിവിയ ഡിസൈൻസ് ഓൺലൈൻ ഷോപ്പാണ്. ഓൺലൈൻ ഷോപ്പിൽ കുട്ടികൾക്ക് ഒരുപാട് വേക്കൻസികൾ, അതായത് എല്ലാ ശനിയാഴ്ചയും അവിടെ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്. 10-15 ദിവസമാണ് അവിടെ ട്രെയിനിങ് പീരീഡ്. ആ ട്രെയിനിങ് പീരീഡിൽ ഇവർക്ക് സാലറി ഒന്നുമില്ല, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒന്നുമില്ല. അതിനുശേഷം അവര് 15 ദിവസത്തിന് ശേഷം അവരെ സ്റ്റാഫായിട്ട് എടുക്കുന്നു. അപ്പൊ സ്റ്റാഫിന് കമ്മീഷനാണ് കൊടുക്കുന്നത്. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് 40,000-ന് മുകളിൽ സാലറി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ 11 മണി മുതൽ 5 മണി വരെയാണ് ഡ്യൂട്ടി ടൈം. ഇതിൽ 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഇവർക്ക് ജോലി. ബാക്കിയെല്ലാം ആക്ടിവിറ്റീസ് ആണ്. ഡാൻസും പാട്ടും എൻജോയ്മെന്റും വീഡിയോ എടുക്കലും അങ്ങനെ നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇതാണ് ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് എല്ലാവരുടെയും ധാരണ. അങ്ങനെയായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. ഈ ഒരു ഇഷ്യൂസ് തുടങ്ങുന്നതിന് മുമ്പ് വരെയും വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോൾ ചെറുപ്പക്കാരിയായ പെൺകുട്ടികൾ, ബുദ്ധിമുട്ടുള്ള വീട്ടിലൊക്കെ ആൾക്കാരാണെങ്കിൽ 40,000, 45,000, 50,000 വരെയൊക്കെ കിട്ടുന്നുണ്ട്. ഇവര് ചെക്ക് ലീഫ് ഒക്കെ കാണിക്കുന്നു. ഇത്ര സാലറി ഇന്ന് കുട്ടിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ചെക്കൊക്കെ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇത്ര സാലറി കിട്ടുന്നു. അത് മാത്രമല്ല 11 മണി മുതൽ 5 മണി വരെ ഡ്യൂട്ടി ടൈം. ഇവര് ഡാൻസ് കളിക്കുന്ന വീഡിയോയും പാട്ട് പാടുന്ന വീഡിയോയും അങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ല ഇത്ര ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, നല്ല രസമല്ലേ? അതും അവർ പറയുന്നത് അടൂര് എന്നാണ് പറയുന്നത്, നഗരത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് ഞങ്ങളുടെ ഈ വീട്. അവര് വീട്ടിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം നടത്തുന്നത്, വീട്. അപ്പൊ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ജീവിക്കുന്നത്, ഞങ്ങളുടെ സ്വന്തം നാടാണിത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളൊക്കെയാണ്. അപ്പൊ കുറെ കുട്ടികളെ എന്നും ശനിയാഴ്ച അവിടെ ഇന്റർവ്യൂ നടക്കുന്നു. ഇന്റർവ്യൂവിന് ഒരുപാട് കുട്ടികൾ വരുന്നു. 10-15 ദിവസം ഫ്രീ ആയിട്ട് ചിലർ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം അവിടെ പറ്റാണ്ടാകുമ്പോൾ അവരെ വിട്ടിട്ട് പോകുന്നു. അപ്പൊ എന്താണ്, ഇവർക്ക് 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഫ്രീ ആയിട്ടൊരു സ്റ്റാഫിനെ കിട്ടി. അതിനുശേഷം അടുത്ത കുട്ടികൾ വരുന്നു. അപ്പൊ വന്നതിന് ശേഷം വന്നവർക്ക് വന്നു കഴിയുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നത്. പിന്നെ ചില ആൾക്കാർ വീട്ടിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും കൊണ്ട് സാരില്ല, കയറാമെന്ന് വിചാരിച്ച് കയറുന്നു. കയറി കഴിഞ്ഞാലോ നമ്മൾ അതൊക്കെ വിറ്റ് കഴിഞ്ഞാലും നമുക്കൊരു 40-45 രൂപ നമുക്ക് കിട്ടിയാലും ഇവര് ചെക്കെല്ലാം തരും കേട്ടോ. ചെക്കൊക്കെ 45 രൂപ, 45,000 ഒക്കെ കിട്ടുവാണെങ്കിൽ 45,000-ന്റെ ചെക്കെല്ലാം തരും. പക്ഷെ എന്താ സംഭവം എന്നറിയോ? ഈ ചെക്ക് അങ്ങ് നമുക്ക് തന്നതിന് ശേഷം ഈ ചെക്കിലെ പൈസ എടുത്തു കഴിയുമ്പോൾ നമ്മൾ അവർ പറയുന്ന കുറെ ഫൈനുകളുണ്ട്. ഈ ഫൈനെല്ലാം അടച്ചു ചിലപ്പോൾ ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു 10,000-12,000 രൂപയാണ്. അത് മാത്രമല്ല ഈ പറയുന്നത് പോലെ 11 മണി മുതൽ 5 മണി വരെ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാണ് കയറുന്നതെങ്കിലും ഇവർക്ക് ഈ വീഡിയോ എടുക്കലും ഇതിനൊക്കെ ആയിട്ട് രാവിലെ 9 മണി മുതൽ വന്നിട്ട് ചിലപ്പോൾ രാത്രി 9 മണി വരെ നിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് എന്ന് ആ കുട്ടികൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഫുള്ള് വീഡിയോ ഞാൻ കണ്ടതാണ്. അപ്പൊ അവര് വരാനുണ്ടായ സാഹചര്യം എന്താണ് ഇതിന്റെ ഇഷ്യൂസ് എല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇങ്ങനെ കുറെ ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ ഈ പറയുന്ന മമ്മട്ടിക്കുട്ടിയമ്മ, അതായത് സിബി അണ്ണൻ, നമ്മൾ കണ്ടില്ല നേരത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആ സിബി അണ്ണൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്.
ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല, പക്ഷെ എനിക്ക് എന്റെ വലിപ്പം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര മാസ ഡയലോഗൊക്കെ പുള്ളി പറയുള്ളൂ കേട്ടോ. അപ്പോ ഈ സിബി അണ്ണന്റെ വൈഫാണ് ഈ പറയുന്ന അച്ചുമാമ. മാമെന്ന് പറഞ്ഞില്ലേ, ചങ്കാണ് സാറും മാമും ചങ്കാണെന്ന കുട്ടികൾ പാടിക്കൊണ്ട് വന്ന് നിങ്ങൾ കണ്ടില്ലേ? എന്താ സംഭവം? അതായത് എല്ലാരെയും വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ വീടിന്റെ മുമ്പിലുള്ള പോക്കറ്റ് റോഡിൽ കൂടി നടത്തിയൊരു ചെറിയൊരു നാടകം എന്നേ പറയാൻ പറ്റുള്ളൂ. സമരം എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊരു നാടകം. എല്ലാരെയും കാണിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ കയ്യിലത്തെ കൂടി രണ്ട് സൈഡിൽ കൂടി നടത്തുന്നു. മാമും സാറും കാറിൽ ഇങ്ങനെ വരുന്നു. എന്നിട്ട് അവരെ കൊണ്ട് അവർക്ക് എഴുതി കൊടുത്ത സാധനം വായിപ്പിക്കുന്നു. ചങ്കാണേ സാറും മാമൻ ചങ്കാണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡയലോഗും അതിനുശേഷം സാറിന്റെ ഡയലോഗെല്ലാം നിങ്ങൾ കേട്ടല്ലോ. അപ്പോ ഇങ്ങനെ വിളിച്ചില്ല, ഇങ്ങനെ നടന്ന് വിളിച്ചില്ലെങ്കിൽ ആ കുട്ടികളുടെ അവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഫൈൻ വാങ്ങിക്കുന്നു. കാരണം സാറ് ഈ സിബി അണ്ണൻ ഈ മമ്മാട്ടിക്കുട്ടിയമ്മ വാ തുറക്കുന്ന തന്നെ ഫൈനിന് വേണ്ടിയിട്ടാണ്. ഫൈൻ വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ ഇദ്ദേഹം വാ തുറക്കുള്ളൂ. എന്ത് പറഞ്ഞാലും തൊട്ടതിനും പിടിച്ചതിനും ഫൈൻ. ഫുഡിന്റെ പൈസ 1000 ആണെങ്കിൽ അത് കൊടുത്തില്ല, നിങ്ങൾ ഇന്ന് തന്നില്ല, നാളത്തേക്ക് നിങ്ങൾ തന്നില്ല എന്നെ നിങ്ങൾക്ക് 500 രൂപ ഫൈൻ. അങ്ങനെ ഈ കുട്ടികൾക്ക് കിട്ടുന്ന സാലറി മൊത്തം ഫൈൻ അടക്കാൻ മാത്രം തികയുള്ളൂ. അപ്പോ എന്താ സംഭവം? ഇവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ട് പോലും ഇന്നേ വരെ ഒരു മാധ്യമങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആർക്കും ചർച്ചകൾ വേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാലും രാത്രി ആകുമ്പോൾ കുറെ ആൾക്കാർ വിളിച്ചു കൂട്ടുന്നു, ചർച്ച ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ചർച്ചയില്ല. എന്താ കാര്യം? എതിർഭാഗത്ത് നിൽക്കുന്നത് സാധാരണക്കാരായ പെൺകുട്ടികളാണ്. അപ്പൊ അവരെ ചേർത്ത് പിടിക്കാൻ ഇവിടെ യാതൊരു വ്യവസ്ഥകളുമില്ല, ആരുമില്ല. ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിന്റെ ഓണേഴ്സായ ഈ പറയുന്ന സിബിയും അച്ചുവും കുറെ ദിവസം എന്നും അവരുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അവരൊന്ന് വെല്ലുവിളിച്ചു. അത് ഞങ്ങൾ ആർക്കും പൈസ കൊടുക്കാനില്ല, ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല. അങ്ങനെ തെളിവുമായിട്ട് ആരെങ്കിലും വന്നാല് ഞങ്ങള് അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യും. അഹോരാത്രം വീഡിയോയിലെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. അതനുസരിച്ച് അത് കേട്ടപ്പോൾ ഈ പാവപ്പെട്ട കുട്ടികൾ വിചാരിച്ചു, ഇനിയിപ്പോ അവിടെ ചെന്ന് വീടിന്റെ സാറിന്റെ മാമിന്റെ വീടിന്റെ മുമ്പിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും എല്ലാ സ്ഥലത്തു നിന്നും 10-15ഓളം കുട്ടികൾ, പെൺകുട്ടികളെ എടുക്കുള്ളൂ കേട്ടോ, ആൺകുട്ടികളൊന്നും അവിടെ കയറ്റില്ല. കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഈ പെൺകുട്ടികൾ അവര് വരുന്നു. അവർ വന്നതിന് ശേഷം അവർക്ക് കിട്ടാനുള്ള പൈസ ഒരു കുട്ടി പറയുന്നത് 50,000 രൂപയോളം 3 മാസത്തെ ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചു വെക്കും. ആ കുട്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 3-4 മാസത്തോളമായി ഇതുവരെ അത് കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇവർ ഈ പറഞ്ഞതിന് അടിസ്ഥാനത്തിൽ അവരത്രയും ദൂരത്ത് നിന്ന് വന്നിട്ട് പോലും ഈ കുട്ടികൾ ഒലിവിയ ഡിസൈൻസിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പോലും ഈ പറയുന്ന സാറും മാമും പുറത്തിറങ്ങിയിട്ടില്ല. ഈ സിബി എണ്ണം പുറത്തിറങ്ങിയിട്ടില്ല. സിബി എണ്ണം കാറിന്റെ അകത്തിരുന്ന് ഡയലോഗ് പറയുക, അല്ലെങ്കിൽ ഈ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്ക് ഒക്കെ എടുത്ത് നോക്കി കാണും. സിബി എണ്ണന്റെ ഭയങ്കര ഡാൻസ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. അപ്പൊ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ മാസ് ഡയലോഗുകൾ ഒക്കെ മാത്രം പറയാൻ മാത്രമേ സിബി എണ്ണന് കിട്ടുള്ളൂ. കാര്യത്തോടെ അടുക്കുമ്പോൾ സിബി എണ്ണൻ വീടിന് അകത്ത് മാളത്തിൽ ഒളിച്ചിരിക്കും, പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പൊ ഇവിടെ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിങ്ങനെ വെല്ലുവിളിച്ചല്ലോ, അതായത് ആരെങ്കിലും പ്രൂഫുമായിട്ട് വന്നാലും ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തരുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരോടും ഫൈൻ വാങ്ങിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കുറെ ഡയലോഗ് അടിച്ചു. അപ്പോ ഒരു യൂട്യൂബർ, അതിൽ വ്ലോഗ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം വോയിസ് റെക്കോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിബിയണ്ണം പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പ്രൂഫുമായിട്ട് വന്നാൽ, അതായത് ഞങ്ങൾ ഫൈൻ മേടിച്ചു എന്നുള്ളൊരു പ്രൂഫുമായിട്ട് വന്നാൽ എന്റെ മിനി കൂപ്പർ ഞാൻ നിങ്ങൾക്ക് തരും എന്നൊരു ഡയലോഗ് അടിച്ചു. പുള്ളി ഡയലോഗ് അടിക്കാൻ ഭയങ്കര മിടുക്കനാണ്. അതനുസരിച്ച് അതിൽ ഇതൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് പ്രൂഫുമായിട്ട് വന്നു. ഇവര് ഫൈൻ അടച്ച് വാങ്ങിച്ചതിന്റെ പ്രൂഫുമായിട്ട് വന്നു. പക്ഷെ ഇപ്പൊ മിനി കൂപ്പറും ഇല്ല, ഒന്നുമില്ല. സിബിയണ്ണൻ വീണ്ടും മാളത്തിലേക്ക് പോയി. പിന്നെ അടുത്ത സിബിയണ്ണന്റെ ഡയലോഗാണ്, ഞങ്ങൾ ആർക്കും പൈസ കൊടുക്കാനില്ല. അച്ചുവും പറഞ്ഞു, ഞങ്ങൾ ആർക്കും പൈസ കൊടുക്കാനില്ല. അങ്ങനെ ഒരാളെങ്കിലും വന്നാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന അവരും അതുപോലെ നിങ്ങൾക്കറിയാം സൂരജ് പാലക്കാരൻ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു. ഇവരെല്ലാരും വന്ന് ഈ കുട്ടികളടക്കം 15ഓളം കുട്ടികൾ വന്നു. ആ വീടിന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് ഈ പറയുന്ന 2 വ്യക്തികളും പുറത്തേക്ക് ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, ഇവരുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളെ വിട്ടിട്ട് കൂകിക്കുകയാണ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്ന ആ കുട്ടികളൊന്ന് കൂകിയത് അവരുടെ ഗതികേട് കൊണ്ടാണ്. കാരണം പറഞ്ഞിട്ടുണ്ടാവും, ഒരാൾക്ക് ഇത്ര കൂകലിന് ഇത്ര രൂപ വെച്ച്, നിങ്ങൾ കൂകൽ എത്ര കുറക്കുന്നു അത്ര രൂപ വെച്ച് ഞാൻ ഫൈൻ കട്ട് ചെയ്യും, ഫൈൻ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പേടിച്ചിട്ടായിരിക്കും വന്നത് പാവങ്ങള്. പിന്നെ നിങ്ങൾക്ക് വേറൊരു രസം അറിയാമോ? അതൊന്നുമല്ല, ഈ നമ്മളെ ഇപ്പൊ അവിടെ ജോലിക്ക് എടുക്കുന്നു 15 ദിവസം 10-15 ദിവസം ഫ്രീ ആയിട്ട് അവർക്ക് ജോലി കൊടുക്കണം. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് ആളെ കിട്ടിയില്ലേ, അതിനുശേഷം ഇട്ടിട്ട് പോകാനെങ്കിൽ പോട്ടെ, അടുത്ത കുട്ടികൾ വരികയല്ല. കാരണം ഈ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ 11 മണി മുതൽ 5 മണി വരെ ഡ്യൂട്ടി. ആഹാ, അടിപൊളി.
40,000 രൂപ കയ്യിൽ കിട്ടുന്നു. വീഡിയോ കാണുമ്പോൾ എന്താ അച്ഛനും അമ്മ ഇങ്ങനെ എല്ലാരും ചേർത്ത് പിടിക്കുന്നു, അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു, ഒരു വലിയൊരു വാഴല് വെട്ടിട്ട് അതിൽ കുറെ ഫുഡ് ഇടുന്നു, എല്ലാരും കൂടി വാരി തിന്നുന്നു, ഇതൊക്കെയല്ലേ കാണുന്നേ. അപ്പൊ ആരും ആഗ്രഹിക്കാത്ത അത്ര നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ഞാനാണെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു. അപ്പൊ അങ്ങനെ ആ കുട്ടികൾ വരുന്നു, ചെറുപ്പക്കാരികളെയും കുട്ടികൾ എടുക്കുള്ളൂ. എടുക്കുന്നതിന് കുറേ നിബന്ധനകളുണ്ട്. എന്താ അറിയോ, ആദ്യം തന്നെ അവർക്ക് ഒരു വാട്സപ്പ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഫുൾ സൈസ് ഫോട്ടോ അയച്ചു കൊടുക്കണം. ഫെയർ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ കാണാൻ ഭംഗിയുള്ള കുട്ടികളെ മാത്രം അവിടെ എടുക്കുള്ളൂ. ഓൺലൈൻ ആണെന്ന് വിചാരിക്കണം, ഓൺലൈൻ ബിസിനസ് ആണ് അവിടെ നടത്തുന്നത്. അപ്പൊ ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ടാവണം, ഫുൾ സൈസ് ഫോട്ടോ വേണം. ഇതൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പറയും ശനിയാഴ്ച വന്നോളൂ, ഡയറക്റ്റ് വരാം. അങ്ങനെയാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ്, എല്ലാവരും കൂടി അങ്ങനെ ഇരുത്തിയിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കുറെ ഡയലോഗുകൾ, പിന്നെ ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഈ ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്തുമ്പോൾ കുറെ മാസ ഡയലോഗ് അങ്ങ് കാച്ചും. എന്റെ ഔദാര്യമാണ് നിങ്ങൾക്ക് ഈ ജോലി, എന്റെ ഔദാര്യത്തിനാണ് നിങ്ങൾക്ക് ഈ ജോലി തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാണ്. അപ്പോ ചില കുട്ടികൾ ഓർക്കുമോ എന്തെങ്കിലും ആവട്ടെ, 40 കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കടിച്ചു തൂങ്ങി നിൽക്കും. ചിലവരത് കേൾക്കുമ്പോൾ തന്നെ മാസ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ ഇട്ട് പോകുന്ന ആൾക്കാരും കുറെ കുട്ടികൾ ലൈവിലൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇന്റർവ്യൂവിന് പോയിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ഡയലോഗൊക്കെ കേട്ടിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് അവര് പിന്നെ പോയില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. 10-15 ദിവസം നിന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെട്ടാൽ മതി എന്നോർത്ത് പോണ കുട്ടികളുണ്ട്. അപ്പോ നമ്മളവിടെ ജോലിക്ക് കയറുമ്പോൾ ഇവരൊരു 3-4 ബോണ്ട് പേപ്പറിൽ നമ്മളെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നു പറയും. മുദ്ര പേപ്പറൊക്കെ കൊടുക്കണം, സൈൻ ചെയ്ത് വാങ്ങിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോൺ വാങ്ങിക്കണം. ഈ ഫോൺ വാങ്ങിക്കുന്നത് അത് വലിയൊരു രസമാണ്. ഈ ഫോൺ വാങ്ങിക്കുക എന്ന് പറഞ്ഞാല് ഒരു 10,000 രൂപയാണ് ആ ഫോണിന്. 10,000 രൂപയുടെ ഒരു ഫോൺ വാങ്ങിക്കണം. ഈ ഫോൺ വാങ്ങിക്കാൻ കുട്ടികളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ ചെക്ക് കൊടുക്കും. ഇവർ ഭയങ്കര ചെക്കുകാരാ. ഇവരങ്ങ് ചെക്ക് കൊടുക്കും. ആ ചെക്ക് നമ്മുടെ പേരിൽ ചെക്ക് തരും. നമ്മൾ പോയ ചെക്ക് മാറി ഈ 10,000 രൂപ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കണം. ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർ നമുക്ക് ഫോൺ വാങ്ങിത്തരും. ഈ ഫോൺ വാങ്ങി തന്നതിന് ശേഷം ഫസ്റ്റ് സാലറിന്ന് ഈ 10,000 രൂപ കട്ട് ചെയ്യും. അപ്പൊ ആ ഫോൺ ആരുടെയാണ്? നമ്മുടെ ആണല്ലോ, അല്ലെ? അത് മാത്രമല്ല ഇരുന്ന് സിം, നമ്മുടെ ആ കുട്ടികളുടെ ആധാർ കാർഡ് വെച്ചിട്ട് സിം ഇടിപ്പിക്കും. ആ സിം ഇടിപ്പിച്ച ഫോൺ എടുക്കും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് പോരാൻ സമയം ഈ ഫോണും സിമ്മും അവർ വാങ്ങിച്ചു വെക്കും. അത് എവിടുത്തെ മര്യാദയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് ഡിപ്പോസിറ്റ് വാങ്ങിച്ചു വെക്കും. ഇതൊക്കെ എന്താണ്? ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഫോൺ സ്വന്തം കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചാൽ പോലും അവരത് അവിടെ വാങ്ങിച്ചു വെക്കുകയാണ്. സിമ്മ് പോലും സ്വന്തം പേരെടുക്കുന്ന ഒരു സിമ്മ് പോലും ഇവർക്ക് തിരിച്ച് പോരുമ്പോൾ കൊടുക്കുന്നില്ല. അതൊക്കെ പോട്ടെ, ഈ ബിസിനസ് നടത്തുന്ന രീതിയോ അതിലും രസകരം. അതായത് ഒരു വീഡിയോ അങ്ങ് ഇടുന്നു. ആ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഈ ചുരിദാറിന് 339 രൂപ അല്ലെങ്കിൽ 339 അല്ല, സോറി, ഇപ്പൊ 399 രൂപ, ഒരു രൂപ കുറയ്ക്കുള്ളൂ കേട്ടോ. അപ്പൊ 400 ആയല്ലോ. അവർ 499 രൂപയ്ക്ക് അല്ല അടിപൊളി ഡ്രസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീഡിയോ വരുന്നു. ഇപ്പൊ കസ്റ്റമേഴ്സിന് നോക്കുമ്പോൾ എന്താണ് അവർക്ക് ലാഭമാണ്. അത് ഫ്രീ ഷിപ്പിങ്ങിൽ അല്ലെ? നമുക്കാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ 399 രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് കിട്ടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യും. ആ വീഡിയോയിൽ 3-4 നമ്പർ കൊടുക്കും. കോൺടാക്റ്റിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പൊ ആ നമ്പറിലുള്ള കുട്ടികൾക്ക് മെസ്സേജ് വാട്സപ്പിൽ വരുന്നു. അവർ ആ കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്നു. ഫ്രീ ഷിപ്പിംഗ് ആണ്. 399 രൂപ ഒരു ഡ്രസ്സ് എടുത്താലും പ്രശ്നമില്ല. അപ്പൊ ചിലർ 2 ഡ്രസ്സ് എടുക്കും, ചിലർ ഒരു ഡ്രസ്സ് എടുക്കും. കേരളം മൊത്തം ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഗൂഗിൾ പേ ചെയ്യുമല്ലോ. ഈ ഗൂഗിൾ പേ കൊടുക്കുന്നത് ഈ ഇത് കൊടുക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരുടെ അഡ്രസ്സാണ് ഗൂഗിൾ പേ കൊടുക്കുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന നമ്മുടെ മാമാട്ടി കുട്ടിയമ്മ സിബി അണ്ണന്റെ അല്ലെങ്കിൽ അച്ഛൻ മാഡത്തിന്റെ ഒന്നുമല്ല. ഈ കുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്. മനസ്സിലായോ? അവരുടെ ആ ഒരു ബുദ്ധി നിങ്ങൾ നോക്കണം. ഈ ടാക്സും കാര്യങ്ങളൊക്കെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയില്ല. ഈ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പൈസ കസ്റ്റമർ അയക്കുന്നു. ഈ ഫ്രീ ഷിപ്പിംഗ് ചാർജ് അടക്കം കുട്ടികളുടെ കമ്മീഷനിൽ നിന്നാണ് പോകുന്നത്. ഈ ഇവരുടെ അല്ല, കുട്ടികളുടെ കമ്മീഷനിൽ നിന്ന് ഷിപ്പിംഗ് ചാർജ് പോകുന്നു. അതിനുശേഷം അവരത് കസ്റ്റമർക്ക് അത് ഡെലിവറി ചെയ്യുന്നു. ഈ പണം വന്നു കഴിയുമ്പോൾ ഒരു ദിവസം ആ കുട്ടിയുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണോ വന്നത്, ആ കുട്ടി വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പണം എടുത്തിട്ട് ഈ പറയുന്ന ഈ ഓണർമാരെ ഏൽപ്പിക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോ ഈ കുട്ടികളുടെ അക്കൗണ്ടിലൂടെയാണ് പണം വരുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് മാത്രമല്ല, ഇവർ ഭയങ്കര ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്. നിങ്ങൾ അവരുടെ പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അവർ ഓരോ ദിവസം എത്രമാത്രം സെയിൽ നടത്തുന്നുണ്ട്. പിന്നെ ഇവരുടെ യൂട്യൂബ് ചാനൽ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? കമന്റ് ബോക്സ് കമന്റ് ഓഫ് ചെയ്തിടും. കാരണം ആരും കമന്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ കമന്റ് ബോക്സ് ഓൺ ആക്കുക, ഓഫ് ആക്കുക, അതൊക്കെ എന്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, അതൊക്കെ അവരുടെ ഇഷ്ടം. ഓക്കെ, നിങ്ങൾ അത് ഓഫ് ചെയ്തിട്ടോളൂ. ചിലപ്പോൾ ചീത്ത പറയുന്ന ഓർത്തിട്ടായിരിക്കാം. എന്തായിക്കോട്ടെ, നിങ്ങൾ അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. അപ്പോ ഇങ്ങനെയൊക്കെയാണ് അവിടെ ഇത് നടത്തുന്നത്. ഈ ഓൺലൈൻ ഷോപ്പിൽ പിന്നെ ഒരു കാര്യം പറയാം, അവിടെ ഒരു CCTV ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ആ ഒരു കുട്ടി പറയുന്നില്ല, കുട്ടിക്ക് ഒരു 40-50,000 രൂപയോളം കമ്മീഷനോളം കിട്ടി.
അതിനുശേഷം ഇങ്ങനെ കുറെ ഫൈൻ അടക്കുമല്ലോ, അങ്ങോട്ട് തിരിഞ്ഞാൽ ഫൈൻ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഫൈൻ, ഇന്നൊന്നും ഡ്രസ്സ് ഇട്ടില്ല, ചുരിദാർ ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഫൈൻ, അങ്ങനെ ഓരോ കാര്യത്തിന് ഇവർ ഫൈൻ അടിക്കുകയാണ്. അപ്പൊ ഈ 40,000 നമുക്ക് കമ്മീഷൻ വക ഒരു മാസം കിട്ടിയാലും ആ ചെക്ക് ചെയ്യുന്ന പൈസ നമ്മൾ എടുത്തു കഴിഞ്ഞാലും പിന്നെ ഫൈനൊക്കെ മേടിക്കുന്നതിന്റെ പൈസ ഡയറക്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഇവർ അക്കൗണ്ടിൽ വരുമ്പോൾ എന്താണ് ആ കുട്ടിക്ക് ഇത്ര സാലറി ഞങ്ങൾ ഇട്ടു, അവർക്കത് കാണിക്കാനുള്ള പ്രൂഫ് ഉണ്ട്. ഈ ഫൈൻ കൊടുക്കുന്നത് ഡയറക്റ്റ് കയ്യിലാണ്. അത് മാത്രമല്ല ഈ കുട്ടികൾ പറയുന്നത് അവിടെ ആ ഒരു ബോണ്ട് എഴുതുന്ന സമയത്ത് ഇവർക്കൊന്ന് വീഡിയോ എടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ പറ്റുന്നില്ല. അതിന് ചുറ്റും ഇങ്ങനെ അവർ നിൽക്കുവാണ്. നമ്മൾക്ക് ആ സമയത്ത് ഫോൺ എടുക്കാനോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും അവർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ഇതൊക്കെ അറിയാം, ഇതൊക്കെ തെളിവാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ഇവരിങ്ങനെ വെല്ലുവിളിച്ചല്ലോ, ഞങ്ങൾക്ക് ആരെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ വരാനും പറഞ്ഞ് വെല്ലുവിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന 15ഓളം കുട്ടികൾ അവരുടെ വീടിന് മുന്നിൽ വരികയും അവരോട് സംസാരിക്കാൻ വന്നിട്ട് ആരെയും അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന സാറും മാഡവും അതിന്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം അതൊരു സർക്കസ് കൂടാരം പോലെയാണ് ആ ഒരു വീട് കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല അതിന് മുമ്പേ ഒരു ഈശോന്റെ ഇത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഈശോന്റെ ഇത് വെച്ചിട്ടാണ് അവർ ഈ പറയുന്ന ഈശോന്റെ ഇത് വെച്ചിട്ട് വേണം ഇവർ, അതിന്റെ മറവിലാണ് ഇവർ ഈ പരിപാടി മുഴുവൻ നടത്തുന്നത്. അതൊക്കെ പോട്ടെ, എന്നിട്ട് ഇവർ ആരും തിരിച്ചു വന്നില്ല. ഈ കുട്ടികൾ നേരെ സ്റ്റേഷനിൽ പോയി, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനും പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാല് അവിടെ ചെന്ന് പരാതി കൊടുത്തതിന് ശേഷം പാർട്ടി പ്രവർത്തകർ വരിക, പാർട്ടിക്കാർ വരുന്നു, എന്നിട്ട് ഈ കുട്ടികളോട് സംസാരിക്കാൻ വരുന്നു, ഒത്തുതീർപ്പിന് സംസാരിക്കാൻ വരുവാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇവർക്ക് അത്രമാത്രം പിടിപാടാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല അതിനുശേഷം ഇവര് ലേബർ ഓഫീസിൽ പോയി, കുട്ടികൾ ലേബർ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഇവരുടെ പേരിൽ ലൈസൻസ് ഇല്ല, രജിസ്ട്രേഷൻ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്തെന്നും പറഞ്ഞാണ് അവിടെ കയറി വരുന്നതെന്നാണ് ലേബർ ഓഫീസിൽ നിന്ന് ചോദിക്കുന്നത്. കാരണം അവർക്ക് അവിടെ രജിസ്ട്രേഷൻ ലൈസൻസ് ഒന്നും ഇല്ല ലേബർ ഓഫീസിൽ. അപ്പൊ ഇവർ ഈ വീട്ടിൽ നടത്തുന്ന ഈ ഒരു സ്ഥാപനത്തിന് യാതൊരുവിധ ലൈസൻസും രജിസ്ട്രേഷനും ഒന്നും ഇല്ല. അത് മനസ്സിലായാലും ഈ കുട്ടികൾ കളക്ടറിനെ കാണാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവർ ഈ കുട്ടികൾ ഇവിടെ വരുന്നത്. പക്ഷെ അവരാരും സംസാരിക്കാൻ ഒന്നിനും വരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇത്രയും വലിയ ഇഷ്യൂസ് ഇത് 1-2 ദിവസം കൊണ്ടല്ല, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് കുട്ടികളും. അതുപോലെ ഈ സിബി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കുട്ടികളോടൊക്കെ വളരെ മോശമായി പെരുമാറിയതൊക്കെ പറഞ്ഞ് ഓരോ കുട്ടികളും വന്ന് അത്രയും പരസ്യമായിട്ട് അവരുടെ ഫേസ് വരെ കാണിച്ചിട്ട് അവർ ലൈവിൽ വന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ ഫ്രണ്ടായിട്ട്, എന്റെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയും എല്ലാ ദിവസവും ഈ കുട്ടികൾ പറഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയാൽ ഇവരുടെ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ വോയിസ് മെസ്സേജ്, ഈ അണ്ണൻ അങ്ങ് കിടന്ന് മാസ ഡയലോഗടിയാ, ഫുള്ള് ഡയലോഗാ. ഇന്നാൾ ഇന്നത് ചെയ്തില്ല അയാൾക്ക് ഫൈൻ 500 രൂപ, മറ്റാൾ ചെയ്തില്ല അയാൾക്ക് ഫൈൻ 1000 രൂപ, ഇങ്ങനെ പറഞ്ഞ് എന്നും ഫൈനൊക്കെയാ. അപ്പൊ അതിനെതിരെയാണ് ഈ കുട്ടികൾ പ്രതികരിച്ചു. കുറെ കുട്ടികൾ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന മാധ്യമങ്ങളും ഈ പറയുന്ന ആർക്കും യാതൊരു വിധത്തിലുള്ള ഒരു ചർച്ചകളും ഒന്നുമില്ല കേട്ടോ. അതായത് അപ്പൊ പാവങ്ങൾക്ക് ഇവിടെ എന്താണ് ഒരു നീതിയും ഒന്നും കിട്ടുന്നില്ല. ഈ പോലീസിൽ കൊണ്ട് പരാതി കൊടുത്തു, എന്നിട്ട് അവർ ആ വീട്ടിൽ കയറി ചെന്നോ? അതിൽ ഇവര് ഈ സിബിയും ഈ അച്ഛവും കിടന്ന എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഞങ്ങൾ അടൂരാണ് ബിസിനസ്, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിലാണ് ബിസിനസ് ചെയ്യുന്നത്, അല്ലാണ്ട് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുന്നതല്ല, ഞങ്ങളുടെ സ്വന്തം നാടാണെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇവര് അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 9 മാസമായി ആയുള്ളൂ എന്ന് പറയുന്നു. അതിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു താമസക്കാര് പറഞ്ഞു, ഇവരെ കൊണ്ട് ഞങ്ങൾക്ക് ശല്യമാണ്, ഇവിടെ എന്നും എപ്പോഴും ഇവിടെ കാറിന്റെ ബഹളമാണ്, അതായത് എപ്പോഴും ഇവിടെ കാറുകൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ഓൺലൈൻ സ്ഥാപനത്തില് അത് മാത്രമല്ല ഈ പെൺകുട്ടികൾക്ക് ആർക്കും വീട്ടിൽ പോകാൻ പറ്റില്ല. അവരാ കാറുകൾ വരുന്നത്, അവിടെ എന്താണ് അപ്പൊ ബിസിനസ്, എന്താണ് അവിടെ നടക്കുന്നത്, ഇതിനെ കുറിച്ചൊന്നും ആർക്കും അന്വേഷിക്കണ്ടേ? ഇത്രമാത്രം പരാതികൾ ചെന്നിട്ട് മേലധികാരികൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ യാതൊരു വിധത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കാത്തത്? മാത്രമല്ല ഇവരുടെയൊക്കെ പേരിൽ ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റാഫിനെ തല്ലിയതിന്റെ കേസുകളുണ്ട്, 2 സ്റ്റാഫിനെ തല്ലിയതിന്റെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല കേസുകളും കാര്യങ്ങളും ഉണ്ടായിട്ടും അന്നും ഇവർക്ക് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടൊക്കെ മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുപാട് സപ്പോർട്ടുകളോടെ ഇവർ രക്ഷപ്പെട്ടു, അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും അവർ ഈ ഒരു കാര്യങ്ങൾ, ഈ തട്ടിപ്പ് നികുതി വരെ തട്ടിക്കുമല്ലോ ഈ കുട്ടികളുടെ പേരിൽ. ഇവരുടെ സ്വന്തം സ്ഥാപനത്തിലെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് പോലും അവിടുത്തെ ജോലിക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു, അവർ ആ പണം എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുന്നു. ഇത്രയൊക്കെ പരസ്യമായിട്ട് ഈ കുട്ടികളൊന്നും പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ യാതൊരു അന്വേഷണവും കാര്യങ്ങളും ഉണ്ടാവാത്തത്? അപ്പൊ എല്ലാവരും ഇവർക്ക് സപ്പോർട്ടാണ്. പണമുള്ളവന് ഇവിടെ എന്തും ചെയ്യാമെന്നാണോ? നമ്മളൊരു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പിഴവ് വന്നാല് നമ്മൾക്ക് ഫൈൻ അടക്കാനും നമ്മുടെ പിന്നാലെ വരാനും ഒരുപാട് ആൾക്കാരില്ലേ? അപ്പൊ അവർക്കൊന്നും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇനിയിപ്പോ ഈ ഒലിവ ഡിസൈൻസ് എന്ന് പറയുന്ന ഇവരുടെ ഓണേഴ്സ് ഇവര് പറയുന്ന കാര്യം സത്യമാണെങ്കിൽ പോലും
നീ കുട്ടികൾ പറയുന്ന കള്ളമാണെന്ന് തന്നെ പറഞ്ഞു വരട്ടെ. എന്നിരുന്നാൽ പോലും ഇത്രയും വലിയ ഇഷ്യൂസ് നടന്നിട്ട് പോലും ആരും എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണം പോലും ഉണ്ടാവാത്തത്? ഈ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോഴും ഈ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന അച്ചുമാമയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മാസ ഡയലോഗും അല്ലെങ്കിൽ ആ ഡാൻസും പാട്ടൊക്കെ കണ്ടിട്ട് അവരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ഇപ്പൊ ആ കുട്ടികൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഷോപ്പ് പൂട്ടിച്ചതുകൊണ്ട് ആ കുട്ടികൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇവരുടെ ഷോപ്പ് പൂട്ടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും നേടാനില്ല. സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് അവിടെ നിൽക്കാം, കണ്ടിന്യൂ ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ഈ സ്ഥാപനം പൂട്ടിക്കാനോ, അല്ലെങ്കിൽ കുറെ ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട് ഒരു സ്ഥാപനം പൂട്ടിക്കാൻ എളുപ്പമാണ്, തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്. ശരിയാണ്, ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഈ സാലറി എന്ന് പറയുന്നത് ഇവര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ സാലറി കൊടുക്കാം, ഞങ്ങൾ നിസ്സാരം 10-15 സാലറി കൊടുക്കാം, പക്ഷേ ഞങ്ങൾ കമ്മീഷൻ കൊടുക്കുമ്പോൾ ഇവർക്ക് 40-45 രൂപയോളം കിട്ടും, ചിലർക്ക് 50,000 രൂപയോളം കിട്ടും. പക്ഷെ ഞങ്ങൾ സാലറി കൊടുക്കുമ്പോൾ 12 അത്രയൊക്കെ ഇവർക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാണിക്കുന്നതെല്ലാം ഇവര് നാടകമല്ല, ഇവര് നികുതി വെട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിനെതിരൊന്നും ആർക്കും യാതൊരുവിധ ആക്ഷൻ എടുക്കണ്ടേ? ഇത്രയും കേസുകളും കാര്യങ്ങളും നടന്നിട്ട് അപ്പൊ വേണമെങ്കിൽ പറയുമായിരിക്കും തെളിവില്ലെന്ന്. അപ്പൊ തെളിവുമായിട്ടാണ് ഇന്ന് 15ഓളം കുട്ടികൾ വന്നു. അവർക്ക് കിട്ടാനുള്ള പൈസ, ഒരു കുട്ടിക്ക് 50,000, ഒരു കുട്ടിക്ക് 40,000, ഒരു കുട്ടിക്ക് അതിന്റെ ഫോണും സിമ്മും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ. ആ കുട്ടി പറയുന്നത് എന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് എടുത്ത സിം ഇപ്പോഴും മറ്റൊരു കുട്ടി അവിടെ യൂസ് ചെയ്യുന്നു. ഈ കുട്ടി പുറത്തു പോയി, അവിടെ നിർത്തിപ്പോയി. എന്നിട്ട് പോലും ആ കുട്ടിയുടെ പേരിലെടുത്ത ആ നമ്പർ, ആ സെയിം സിം വേറൊരു കുട്ടി അവിടെ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മള് ഇവിടെ ഈ ഒരു ഒലിവേ ഡിസൈൻസ് മാത്രമല്ല, ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് ഓൺലൈൻ ഷോപ്പുകൾ ഒരുപാടുണ്ട്. അവിടെ ഒന്നും ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ? ഇതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇവരെ കുറിച്ച് ഇത്രയും പരാതികൾ വന്നിട്ട് പോലും അതിന്റെ അകത്ത് അന്വേഷിക്കാൻ ആരും എന്താണ് തയ്യാറാവാത്തത്? അവർക്ക് അത്രമാത്രം പിടിപാടുണ്ടോ? രാഷ്ട്രീയ സ്വാധീനമുണ്ടോ? ആരാണ് ഇവരുടെ പിന്നിലുള്ളത്? ഇതൊക്കെ അന്വേഷിക്കേണ്ട. അടുത്തുള്ള ആൾക്കാർ വരെയും പറയുന്നുണ്ട്, അതിൽ പോകുന്ന ആൾക്കാരും പറയുന്നുണ്ട് ഇവിടെ മര്യാദക്കുള്ള ആരെങ്കിലും നിൽക്കൂ. കാരണം ആ കുട്ടികൾ ഇവര് പോകാൻ വിട്ടേക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവര് നല്ലൊരു സ്ഥാപനമാണ്, നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു 15ഓളം കുട്ടികൾ അവരെ തെളിവുമായിട്ട് വരുന്നു, അവർക്ക് കിട്ടാനുള്ള പൈസയുടെ എല്ലാം പ്രൂഫുമായിട്ട് വരുമ്പോൾ ഈ സാറും മാഡം റൂമിന്റെ അകത്ത് വരെ ഒളിച്ചിരുന്നിട്ട് അവിടെയുള്ള ബാക്കി സ്റ്റാഫിനെ കൊണ്ട് ഗേറ്റിന്റെ അവിടെ നിന്ന് പോകിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവരുടെ അവസ്ഥ എന്താണെന്ന്. അപ്പൊ അത്രമാത്രം ചിലപ്പോ ഒന്നില്ലെങ്കിൽ ഒരു പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ എത്ര സൗണ്ടിൽ കൂകുന്നതനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര സൗണ്ടിൽ കുറഞ്ഞു പോകുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ഫൈൻ കെട്ടാമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും അവർ വരുന്നത്. എന്താ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അല്ലെ, അത് തിരിച്ചു കൊടുക്കും. ഫൈനൊക്കെ നിങ്ങൾ കുറെ എടുത്തല്ലോ. പിന്നെ അവിടെ ഒരു ജോലിക്ക് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവർക്ക് പണം കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവരോട് സാലറി ചോദിച്ചപ്പോ അവരോട് പറയാണ് ആ കുട്ടികളുടെ ഫൈൻ കുറെ കുട്ടികളുടെ വാങ്ങിക്കാനുണ്ട്, ഈ ഫൈൻ തിരിച്ചു കിട്ടുന്ന കാശാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ ജോലിക്ക് നിൽക്കുന്ന, അതായത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കുന്ന പൈസ ഈ ഫൈൻ മേടിച്ച് കിട്ടുന്ന പൈസയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, പുള്ളിക്ക് എന്താ സുഖം? ബിസിനസ് ഒക്കെ അങ്ങ് ചുള വിലക്ക് എടുക്കുന്നു, കസ്റ്റമേഴ്സിന് എന്താ ഫ്രീ ഷിപ്പിംഗ് കിട്ടുന്നു. ഈ കുട്ടികളല്ലേ അവിടെ ബലിയാടാവുന്നത്? അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലേ പണം വരുന്നത്? ടാക്സ് ഇല്ല, ഒന്നുമില്ല. എന്താ രസം, എന്താ സുഖം! ഇങ്ങനെയുണ്ട് ബിസിനസ്. ബുദ്ധിമാനാട്ടോ നിങ്ങൾ, പറഞ്ഞ ശരിയാ. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് സിവിയണ്ണ, നിങ്ങൾക്ക് നിങ്ങളുടെ വലിപ്പം നന്നായിട്ട് അറിയാം. ആ മട്ടിക്കുട്ടിയമ്മയുടെ പോലെ കോപ്രായം കാണിച്ച് നടന്നാൽ എന്താ? അങ്ങേരുടെ ബുദ്ധി എന്താ? എന്താണെങ്കിലും അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിൽ ആക്ഷൻ എടുക്കട്ടെ. ഇപ്പൊ അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കാര് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് കേരളം നന്നാവും. ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.